നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ പാഠഭാഗം ആരംഭിക്കുകയാണ്. മനോഹർ ശ്യാം ജോഷി ഈ എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, കേട്ടുപരിചയം ഉണ്ടാവില്ല, ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ മനോഹർ ശ്യാം ജോഷി എഴുതിയിട്ടുള്ള एक संस्मरण ഓർമ്മക്കുറിപ്പ്, ഒരു ഓർമ്മക്കുറിപ്പാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ പാഠഭാഗം. ഈ ഓർമ്മക്കുറിപ്പിൻ്റെ പേര് ഋഷികേശ് മുഖർജി കെ സാത്ത് ഠായി ദിൻ. ഋഷികേശ് മുഖർജി കെ സാത്ത് ഠായി ദിൻ. അപ്പോൾ ഈ പാഠഭാഗം ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ലേഖകൻ മനോഹർ ശ്യാം ജോഷിയെ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. 1933 में जन्मे उपन्यासकार, पत्रकार, पटकथाकार मनोहर श्याम जोशी हिंदी साहित्य के उन चुनिंदा साहित्यकारों में से एक है जिन्होंने अपनी श्रेष्ठ साहित्यिक कृतियों के साथ साथ मनोरंजन के सशक्त माध्यम दूरदर्शन द्वारा घर घर में फाइट बनाते हुए अपनी अमर पहचान बनाई है. भारतीय टेलीविज़न के पहले सॉप ऑपरा हम लोग के लेखक के रूप में उनका योगदान सदैव स्मरणीय रहेगा. विज्ञान विषयों से संबद्ध होते हुए भी पत्रकारिता साहित्य लेखन से वे आजीवन जुड़े रहे. अभिव्यक्ति के सभी खतरे उठाने को तत्पर जोशी जी विभिन्न पत्र पत्रिकाओं में फ्रीलांसिंग करते रहे. कूर्माचली नाम से उनका लेखन कार्य साहित्य जगत एवं पत्रकारिता जगत में विशेष रूप से सराहा गया. धर्मयुग, अग्नि के संपादन में निकलने वाली दिनमान पत्रिका, हिंदुस्तान टाइम्स समूह की प्रसिद्ध पत्रिका साप्ताहिक हिंदुस्तान एवं अंग्रेजी पत्र वीक एंड रिव्यू के संपादन कार्य में उन्होंने महत्वपूर्ण योगदान दिया. व्यावसायिक एवं गंभीर चिंतन उनके साहित्यिक व्यक्तित्व को नए आयाम प्रदान करता है. जोशी जी का व्यक्तित्व बहुआयामी है. प्रेस, रेडियो, टीवी विज्ञापन संप्रेषण के लिए उन्होंने सफलतापूर्वक लेखन कार्य किया है. केंद्रीय सूचना सेवा आकाशवाणी की हिंदी यूनिट में बतौर स्टाफ असिस्टेंट उपसंपादक के रूप में कार्यरत रहते हुए भी वे अनवरत साहित्य रचना में संलिप्त रहे. भारतीय टेलीविज़न के पहले सॉप ऑपरा
हम लोग के लेखक के रूप में उनका नाम भारतीय टेलीविज़न के इतिहास में अमर हो गया। टेलीविज़न माध्यम को एक मनोरंजक, लोकप्रिय एवं सशक्त माध्यम के रूप में स्थापित करने में उनके लेखन का कितना योगदान है, यह आज भी शोध का विषय बना हुआ है। उनकी लेखनी का चमत्कार ही था कि मास्टर हवेली राम, लाजोजी भड़की जैसे पात्र देखते देखते ही भारतीय परिवारों का अभिन्न अंग बन गए। आम व्यक्ति की आशाएं, महत्वाकांक्षाएं, स्वप्न भंग, समाज की भयावह सच्चाइयों को उन्होंने बेहद आत्मीय और प्रामाणिक ढंग से अपनी लेखनी में उकेरा है। उपन्यास, कहानी हो अथवा धारावाहिक फीचर फिल्में गहरा आत्ममंथन, सघन समग्रता बोध और भद्रस से भरपूर उनकी शैली पाठकों, दर्शकों पर अमिट प्रभाव छोड़ते हुए मार्मिक अनुभूति कराती है। അപ്പോൾ മനോഹർ ശ്യാം ജോഷി എന്ന എഴുത്തുകാരനെ കുറിച്ച് ഇവിടെ ഒരു ചെറിയൊരു വിവരണം, ഒരു പരിചയപ്പെടുത്തൽ പറഞ്ഞു തന്നു. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. അപ്പം അദ്ദേഹം ഹിന്ദിയിലെ ശ്രേഷ്ഠനായിട്ടുള്ള, മഹാനായിട്ടുള്ള എഴുത്തുകാരന്മാരിൽ ഒരാളാണ്. അദ്ദേഹം സാഹിത്യത്തിന് സംഭാവന നൽകിയതുപോലെ തന്നെ ടെലിവിഷൻ മേഖലയിലും ദൂരദർശൻ മേഖലയിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം പല പത്രമാസികകളുടെയൊക്കെ സമ്പാദൻ എഡിറ്ററായിട്ടൊക്കെയുള്ള പദവിയിലും ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പത്രമാസികകൾ അദ്ദേഹം എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റേഡിയോ അഥവാ ആകാശവാണി, അതിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് മനോഹർ ശ്യാം ജോഷി. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഹുമുഖി പ്രതിഭ, പല മേഖലകളിലും തൻ്റേതായ കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തിയാണ് മനോഹർ ശ്യാം ജോഷി. അപ്പം അദ്ദേഹം സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഉപന്യാസ് എന്നാൽ നോവൽ, കുറേ നോവലുകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സംഭാവനയായിട്ട് ഹിന്ദി സാഹിത്യത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് രണ്ട് നോവലുകളുടെ പേര് ഒന്ന് പറഞ്ഞു പോകാം. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു നോവലാണ് ഖൈദ് സേ ഛൂട്ടാ ഹുവാ പരമാത്മ. ഖൈദ് സേ ഛൂട്ടാ ഹുവാ പരമാത്മ. പിന്നെ മഹാനഗരി കെ നായക്. മറ്റൊന്ന് ഉത്തരാധികാരിണി. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട
രണ്ട് മൂന്ന് നോവലുകൾ മാത്രം. വേറെയും അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വ്യംഗ്യ സംഗ്രഹ്, വ്യംഗ്യ എന്ന് പറഞ്ഞാൽ പരിഹാസം. അപ്പം സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അദ്ദേഹം പരിഹാസ രൂപേണ അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള സാഹിത്യ സൃഷ്ടി. അപ്പോൾ അത് അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ആ പുസ്തകം വ്യംഗ്യ സംഗ്രഹ് എന്ന ആ ഒരു പേരിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ വ്യംഗ്യ സംഗ്രഹ് എന്ന ആ ഒരു വിഭാഗത്തിൽ വരുന്ന 1-2 പുസ്തകങ്ങൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അതിലൊന്ന് നേതാജി കഹിൻ. ആ വിഭാഗത്തിൽ വരുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് നേതാജി കഹിൻ. പിന്നെ വേറൊന്ന് ഉസ് ദേശ് കാ യാരോ ക്യാ കഹന. ഉസ് ദേശ് കാ യാരോ ക്യാ കഹന. ഈ 2 പുസ്തകങ്ങളും വ്യംഗ്യ സംഗ്രഹ് എന്ന വിഭാഗത്തിൽ വരുന്ന പുസ്തകങ്ങളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള മറ്റൊരു സാഹിത്യ സൃഷ്ടി സാക്ഷാത്കാർ എന്ന് പറഞ്ഞാൽ അഭിമുഖങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വിഭാഗത്തിൽ വരുന്ന 1-2 പുസ്തകങ്ങളുടെ പേരാണ് ബാത്തേം മുലാഖാത്തേം. പിന്നെ വേറൊന്ന് ബാത്തോം മേ. ഇതൊക്കെ സാക്ഷാത്കാർ എന്ന വിഭാഗത്തിൽ വരുന്ന പുസ്തകങ്ങളാണ്. പിന്നെ അതുകൂടാതെ കഹാനി സംഗ്രഹ് എന്നാൽ കഥാസമാഹാരം. കഥാസമാഹാരങ്ങൾ എന്ന വിഭാഗത്തിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് 2 എണ്ണത്തിൻ്റെ പേര് പാഞ്ച് ബേഹത്തരീൻ കഹാനിയ. ഒരു ബുക്കാണ് പാഞ്ച് ബേഹത്തരീൻ കഹാനിയ. വേറൊന്ന് മനോഹർ ശ്യാം ജോഷി की संपूर्ण कहानियाँ. मनोहर श्याम जोशी की संपूर्ण कहानियाँ. അപ്പോൾ ഈ പറഞ്ഞ 2 പുസ്തകങ്ങളും മനോഹർ ശ്യാം ജോഷിയുടെ കഹാനി സംഗ്രഹ് അഥവാ കഥാസമാഹാരം എന്ന വിഭാഗത്തിൽ വരുന്ന പുസ്തകങ്ങളാണ്. ഇനി ഇത് കൂടാതെ അദ്ദേഹം കവിതാ സമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം ആ രൂപത്തിൽ ഇറങ്ങിയിട്ടുള്ളൊരു പുസ്തകമാണ് കർമാചലി കവിതായേം എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ അടങ്ങിയ പുസ്തകം. പിന്നെ ഒന്ന് സിനിമ പട്കഥ ലേഖൻ. പട്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. അപ്പം ഇദ്ദേഹം സിനിമാ മേഖലയിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പട്കഥ തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ടെലിവിഷൻ ധാരാവാഹിക്. അതായത് ടെലിവിഷൻ എന്ന് വെച്ചാൽ ടെലിവിഷനിൽ വരുന്ന പല സീരിയലുകളും അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ. അപ്പോൾ അതിൻ്റെ പിന്നിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മേഖലകളിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു കഴിവ് തെളിയിച്ച വ്യക്തിയാണ് മനോഹർ ശ്യാം ജോഷി. പിന്നെ അദ്ദേഹം സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ ഭ്രഷ്ടാചാർ ഒരു സിനിമ, പിന്നെ അപ്പു രാജ, വേറൊന്ന് ഹേ റാം, മറ്റൊന്ന് ജമീൻ. ഈ പറഞ്ഞ പേരുകളൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ട് പുറത്തു വന്നിട്ടുള്ള സിനിമകളാണ്. പിന്നെ അതുകൂടാതെ ബാലസാഹിത്യം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാഹിത്യം, ആ രൂപത്തിലും അദ്ദേഹം ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ആവോ കരേം ചാന്ദ് കി സൈർ. അത് അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യം എന്ന വിഭാഗത്തിൽ വരുന്ന പുസ്തകമാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ
സാഹിത്യത്തിൽ മാത്രമല്ല, സാഹിത്യത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല, സിനിമ, അതുപോലെ ടെലിവിഷൻ, അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സാഹിത്യകാരൻ അല്ലെങ്കിൽ വ്യക്തിയാണ് മനോഹർ ശ്യാം ജോഷി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സംസ്മരൺ, ഓർമ്മക്കുറിപ്പ്, ഒരു ഓർമ്മക്കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഈ ഓർമ്മക്കുറിപ്പിൻ്റെ പേര് ഋഷികേശ് മുഖർജി കെ സാത്ത് ഠായി ദിൻ. ഋഷികേശ് മുഖർജി കെ സാത്ത് ഠായി ദിൻ. ഈ ഓർമ്മക്കുറിപ്പിൽ മനോഹർ ശ്യാം ജോഷി അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുഹൃത്തായ ഋഷികേശ് മുഖർജി എന്ന് പറയുന്നത് ഹിന്ദിയിലെ പ്രശസ്തനായിട്ടുള്ള സിനിമാ സംവിധായകനായിരുന്നു ഋഷികേശ് മുഖർജി. അപ്പോൾ ഋഷികേശ് മുഖർജിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ മനോഹർ ശ്യാം ജോഷി പോവുകയുണ്ടായി, ഡൽഹിയിലുള്ള ഋഷികേശ് മുഖർജിയുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ പോയി അദ്ദേഹം അവിടെ 1-2 ദിവസം താമസിച്ചു. അപ്പോൾ ഋഷികേശ് മുഖർജിയെ സന്ദർശിച്ച് അദ്ദേഹം ആ സമയത്ത് ഋഷികേശ് മുഖർജി ആരോഗ്യപരമായിട്ട് വളരെ പ്രയാസത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനെ സമീപിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? മനോഹർ ശ്യാം ജോഷിയുടെ കൈവശമുള്ള ഒരു കഥ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്നതിന്, അപ്പോൾ അത് സിനിമയാക്കുന്നതിന്, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഋഷികേശ് മുഖർജിയുടെ അടുത്തേക്ക് ചെന്നതിൻ്റെ ആ ഒരു ഓർമ്മ, ആ ഒരു സംഭവമാണ് ഇവിടെ ഓർമ്മക്കുറിപ്പായിട്ട് മനോഹർ ശ്യാം ജോഷി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം, ഈ ഓർമ്മക്കുറിപ്പ് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇദ്ദേഹത്തെക്കുറിച്ച്, മനോഹർ ശ്യാം ജോഷിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് കേട്ട് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ സംഭാവനകൾ, അതായത് നോവലുകളായിട്ടും വ്യംഗ്യസമാഹാരങ്ങളായിട്ടും പിന്നെ കഥാസമാഹാരങ്ങളായിട്ടും കവിതാസമാഹാരങ്ങളായിട്ട് പിന്നെ സിനിമയുടെ തിരക്കഥയുടെ രൂപത്തിൽ, ടെലിവിഷൻ സീരിയലുകളുടെ രൂപത്തിൽ, സിനിമകളുടെ രൂപത്തിൽ, ബാലസാഹിത്യമായിട്ട്, അങ്ങനെ മനോഹർ ശ്യാം ജോഷി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനും കൂടിയാണ്. സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം. അപ്പോൾ സാഹിത്യം എന്ന ഒരു ഹിന്ദി സാഹിത്യത്തിൻ്റെ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആളായിരുന്നില്ല. അപ്പോൾ വിവിധ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച, തൻ്റെ കഴിവ് തെളിയിച്ച എഴുത്തുകാരനും കൂടെ, അല്ലെങ്കിൽ അങ്ങനെ മഹാനായൊരു വ്യക്തിയും കൂടിയായിരുന്നു മനോഹർ ശ്യാം ജോഷി. ഇന്നിപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, മനോഹർ ശ്യാം ജോഷി. മനോഹർ ശ്യാം ജോഷി മരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഏത് വർഷത്തിലായിരുന്നു? 2006 മനോഹർ ശ്യാം ജോഷി ഈ ലോകത്തു നിന്നും എന്നേക്കുമായി യാത്രയായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു എഴുത്തുകാരനെ കുറിച്ച് ഒരു ചെറിയ പരിചയപ്പെടൽ. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും മതി. ഈ ലേഖകനെ കുറിച്ച്, എഴുത്തുകാരനെ കുറിച്ചുള്ളൊരു പരിചയപ്പെടുത്തൽ മാത്രം. അടുത്ത ക്ലാസ്സിൽ നമ്മളിത് ഈ ഓർമ്മക്കുറിപ്പ് ആരംഭിക്കാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആകാം. അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ധന്യവാദം.